സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമൻ യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നു എന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000 ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാ
രക്ഷകരിൽ നിന്നൊരു നാളും ആകുലനാകരുതേ, മകനെ അസ്വസ്ഥനാകരുതേ. ആദിയായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? ആകുലനാകരുതേ, മകനെ അസ്വസ്ഥനാകരുതേ. ആദിയായുസ്സിനെ നീട്ടാനാകുമോ നരനുലകിൽ? നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് നമ്മുടെ പാഠപുസ്തകത്തിലെ 73-ാമത്തെ പാട്ട് നമുക്ക് എല്ലാവർക്കും കാണാം. കൈയടിച്ച് നമുക്ക് പാടാം. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റേതായ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ, നിന്റേതായ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. എന്റെ അധരം നിന്നെ കീർത്തിക്കുമേ, എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പൊതുഗാനത്താ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം, നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും, നിന്നിലല്ലോ നിത്യ ജീവഉറവാ. ജീവവഴിയും നീ മാത്രമല്ലോ, നിന്നിലല്ലോ നിത്യ ജീവഉറവാ. ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലം കൈയിൽ എന്നെ താങ്ങി നടത്തും, നിന്റെ വലം കൈയിൽ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ തെല്ലു ഇടവിടാതെ എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കൂ. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടിപ്പുകഴ്ത്തിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപൂർണമായ ഈ സായം സന്ധ്യയില് ഈ ഭവനാങ്കണത്തിൽ വെച്ച്
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുക. അതുപോലെ ഈ ഭവനം ഈ സായന്തനത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ തക്ക ഒരുക്കിയതായ ഈ കുടുംബത്തിലെ കുടുംബനാഥനെയും കുടുംബനാഥയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മുറ്റത്തിന്മേല് ഇങ്ങനെ ഒരു മുറ്റത്തെ കൺവെൻഷൻ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയതായ കാരണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നാം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്നാണ്. അതിന്റെ ലക്ഷണങ്ങള് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന പോലെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങളെ, വേദപുസ്തക സത്യങ്ങളെ ഈ ദേശത്തിന്മേൽ കേൾപ്പിക്കുന്നതിനുമായി നാം അല്പസമയം ഈ മുറ്റത്തായിരിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നതായ പ്രിയമുള്ളവരെ, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരുന്നു ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് ക്ഷണിക്കുക. ഈ അന്ത്യകാലത്തില് എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളതായ കാര്യാദികളെ കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വാക്യം ഞാൻ വായിക്കാം. 24-ാമത്തെ വാക്യം പറയുന്നത്, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെട്ടു, അപ്പോൾ അവസാനം വരും. അപ്പൊ ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടോ എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതെപ്പോഴാണ്? രാജ്യത്തിന്റെ ഈ സുവിശേഷം, രാജ്യത്തിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ സുവിശേഷം സകല ജാതികളും എന്ത് ചെയ്യേണ്ടി വരും? അറിയുവാനിടയാവും. സാക്ഷ്യമായി ലോകത്തിലൊക്കെയും നീയും അറിയപ്പെടും, അപ്പോൾ അവസാനം വരും. സുവിശേഷം കേട്ടില്ല, അല്ലെങ്കിൽ ഈ സത്യം ആരും അറിഞ്ഞില്ല എന്ന് ഈ അന്ത്യകാലത്തിൽ ആരും പറയുമെന്നൊക്കെ ഇടവരുത്. അതുകൊണ്ടാണ് ഇതുപോലുള്ളതായ സായന്തനങ്ങളില് ഞങ്ങളുടെ വിശ്വാസികളുടെ കുറ്റം കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയായിരിക്കണം. അതിനാൽ പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഈ മുറ്റത്തായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ ഒരല്പസമയം ഞങ്ങളിലേക്ക് ഉണ്ടാകണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇന്നത്തെ അനുഗ്രഹമായ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാന് വളരെ താമസിപ്പിക്കാതെ തന്നെ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ പോഷിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ മകേഷ് മണിയൻ അവറുകളാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ എത്തിച്ചേരാം എന്ന് അദ്ദേഹം വാഗ്ദത്തം നൽകുകയും കുടുംബമായി തക്ക സമയത്ത് തന്നെ കടന്നു വരുവാൻ ശ്രേഷ്ഠദാസൻ കാണിച്ചതായ മഹത്തായ കാര്യത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സുവിശേഷ ഭക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി കൂടെയുണ്ട്, മക്കൾ കൂടെയുണ്ട്. അവരെയും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തായിട്ട് നമ്മുടെ ഈ വേദിയിലായിരിക്കുന്നതായ പ്രിയ ശ്രേഷ്ഠദാസന്മാർക്ക് സ്വാഗതം പറയുന്നു. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന നമ്മുടെ ജോൺ കുട്ടി പാസ്റ്റർ അവർ, അദ്ദേഹം വളരെ സത്യസന്ധതയോടുകൂടി ദൈവത്തിന് വേല ചെയ്യുന്നതായ ഒരു കാരക്കോണം സർക്കിളിലെ ശ്രേഷ്ഠദാസനാണ്. അദ്ദേഹത്തിനും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയദാസന്റെ കുടുംബം നമ്മളോടൊപ്പമുണ്ട്, ആ കുടുംബത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ സോമൻ അവർകൾ നമ്മുടെ കാരക്കോണം സർക്കിൾ നല്ലൊരു പ്രവർത്തകനാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രിയ പത്നി കൂടെ കടന്നു വന്നിട്ടുണ്ട്. പത്നിയെയും ഇന്നത്തെ അനുഗ്രഹപൂർണ്ണമായ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയാനുള്ളത് പാസ്റ്റർ ശിവകുമാർ അവർകളെയാണ്. അദ്ദേഹവും കാരക്കോണം നെയ്യാറ്റിൻകര സർക്കിളില് ചില 4 സഭകള് അദ്ദേഹം ശുശ്രൂഷനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഇന്നത്തെ ഈ അനുഗ്രഹപൂർണ്ണമായ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും കടന്നു വന്നിട്ടുണ്ട്. അവരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഒരു ശ്രേഷ്ഠദാസനാണ് നമ്മുടെ ധർമ്മദാസ് അവർ. അദ്ദേഹവും കാരക്കോണം സർക്കിളിലെ
രണ്ട് സഭകള് നോക്കുന്നതായ ശുശ്രൂഷനാണ്. അദ്ദേഹത്തെയും ഇന്നത്തെ അനുഗ്രഹപൂർണ്ണമായ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നതായ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തില് ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് ഈ മീറ്റിംഗിലൂടെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഈ ഭവനത്തിലെ കുടുംബനാഥനും നാഥയും തയ്യാറായി അവരെയും ഇന്നത്തെ ഈ മഹനീയമായ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്നതായ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളെയും ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദൂരത്തും ചാരത്തുമായിരുന്നുകൊണ്ട് നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ നാമത്തിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ വിവിധ സഭകളിൽ പ്രത്യേകിച്ച് കോട്ടക്കുളം സഭയെ പ്രതിനിധീകരിച്ച് കടന്നു വന്നിട്ടുള്ളതായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അവർക്കും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഈ പരിസരവാസികളായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ മുറ്റത്തെ കൺവെൻഷന്റെ ആരംഭമായിട്ട് നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സത്യപ്രതിപകാന പുസ്തകത്തിലെ 66-ാമത്തെ പാട്ട് എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി എന്ന ഗാനം നമുക്ക് ജോർകുട്ടി സാറുമായി ചേർന്ന് എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നീടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി സ്നേഹത്തിലൂടെയെല്ലാം സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യതേജസാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യതേജസാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കല്ല മാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. ഭൂവിൽ ഞങ്ങൾക്കല്ല മാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി വക്രത നിറഞ്ഞ പാവലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച ജനം നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. നിന്റെ പൊന്നുനാമ മഹത്വത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി
വായിക്കാനായി തിരഞ്ഞെടുത്തതായ വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 24-ന്റെ 3 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേർ എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ പാസ്റ്റർ സോമൻ സാർ വായിച്ചായിരുന്നു. അപ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിലൂടെ നിങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, യേശുവിന്റെ പിതാവേ, അനുഗ്രഹവും മനോഹരമായ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിന സായം സന്ധ്യയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കഥാവെ നാളിതുവരെയും അടിയങ്ങളെ കരുണയോടെ പരിപാലിക്കുകയും അടിയങ്ങളുടെ ആവശ്യങ്ങൾ കൂടിയിരിക്കുകയും അങ്ങയുടെ നാമമഹത്വത്തിനായി അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുകയും ചെയ്തിരിക്കുന്ന ഉപകൃതമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ കോട്ടക്കുളം ദേശത്തിന്റെ നടുവിൽ കഥാവെ ഈ സ്നേഹഭവനത്തിന്റെ അങ്കണത്തിൽ അടിയങ്ങൾക്ക് വീണ്ടും കൂടി വരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. കഴിഞ്ഞ ആഴ്ചകളിൽ മാസങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് ദേശത്തിന്റെ പല ഭാഗങ്ങളിലായി തെരുകോണുകളിലായി പല ഭവനങ്ങളിലായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്റെ ജനവുമായി ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടേക്കെയും അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവാൻ സ്വന്തം അവിടുന്ന് സഹായിച്ചു ഉപകൃതമായ സ്തോത്രം. അപ്രകാരം ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ ഭവനത്തിൽ പ്രകാരം ഞങ്ങൾക്ക് ഒന്ന് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഒരു അവസരം കൂടെ നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രിയ ഭവനത്തെ അവിടെ നിന്ന് ഒരുക്കിയതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. അപ്പ ഈ ഭവനവാസികളായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഷാജി, തന്റെ ഭാര്യ, തന്റെ കുഞ്ഞ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരൊക്കെയുമായി ഒരുമിച്ച് ഇന്ന് ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ ഏറ്റവും മഹനീയമായി നടത്തുവാൻ തക്കവണ്ണം വഴി ഞങ്ങളെ അവിടെ നിന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഉപകൃതമായ സ്തോത്രം. കാലാവസ്ഥ അവിടെ അനുകൂലമാക്കി തന്ന അതേ പരിസരമൊക്കെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച കഥാവെ ഇവിടെ കൂടി വന്നിരിക്കുന്ന തന്റെ ജനത്തെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പല ദേശങ്ങളിലും ഭവനങ്ങളിലുമായിരുന്ന അടിയങ്ങൾക്ക് ഇന്നിവിടെ കടന്നു വരുവാൻ ദൈവം മുഖാന്തരം ഒരുക്കിയെങ്കിൽ കഥാവെ എല്ലാം അവിടുത്തെ അതേ കൃപയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഥാവെ അപ്രകാരം ഈ കൂട്ടായ്മ അവിടെ നിന്ന് അനുഗ്രഹിച്ച് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ദേശത്തോട് അറിയിപ്പാൻ ഒരു നിത്യ സുവിശേഷവുമായി കഥാവെ അടിയങ്ങളോട് കടന്നു വന്നിരിക്കുന്നു. ആ സുവിശേഷത്തിന്റെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രേഷ്ഠദാസനെ വളരെ ദൂരത്ത് നിന്നും കഥാവെ നീ അവിടുന്ന് കൂട്ടി വരുത്തിയല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. തന്റെ യാത്രയിലൂടെ നീളം ദൈവ സാന്നിധ്യം അവിടുന്ന് കൂടിയിരുന്ന കുടുംബമായി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ തന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിക്കുന്ന സ്തോത്രം. തന്റെ നാവിൽ കൂടെ കഥാവെ ഇന്ന് അങ്ങ് സംസാരിക്കുകയും കഥാവെ നല്ലൊരു തിരുവചനം ഈ ദേശത്തിന് കേൾപ്പിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരം കേൾക്കുന്നവർക്ക് ഒരു മാനസാന്തരത്തിന്റെ അനുഭവം കഥാവെ ദൈവോട് നൽകി അതേ കഥാവെ അവിടെ ഈ ദേശത്തെ അവിടെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ യാചിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ കഥാവെ അടിയങ്ങൾ ഈ ദേശത്ത് പല ഭവനങ്ങളും സന്ദർശിച്ചുവല്ലോ. അനേകരെ ഞങ്ങൾ കണ്ടുമുട്ടിയല്ലോ. അവരോടൊക്കെയും സർവ്വത്മാനം പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിന്റെ ഫലമായി കഥാവെ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എന്റെ പ്രിയ മക്കളെ അവിടുത്തെ സ്വീകരണങ്ങൾ അവിടെ സമർപ്പിക്കുന്നു. എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് നിങ്ങൾ യാചിക്കുന്നു. അതുപോലെ കഥാവെ കാരപ്പുറം സാക്കിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസന്മാരെ സ്വീകരണങ്ങൾ സമർപ്പിക്കുന്നു. വിശേഷാൽ കഥാവെ അതേ ഞങ്ങളെ നേതൃത്വം നയിച്ച് അതേ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുന്ന് കഥാവെ
ആ തന്റെ അധ്വാനം പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന അതേ കർത്താവെ പ്രിയദാസൻ അതേ കർത്താവെ സർക്കിൾ ചെയർമാനായി പ്രാർത്ഥിക്കണം. ദേവാനോട് കൂടിയിരിക്കണം. എന്റെ കുടുംബത്തെ അവിടെ അനുഗ്രഹിക്കണം. ഈ സർക്കിൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ ദൈവം അവിടുന്ന് മുഖാന്തരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പശ്ചാത്തലമൊരുക്കി സഹപ്രവർത്തകരായി പ്രവർത്തിക്കുന്ന എല്ലാ പാർഷന്മാരെയും അവരുടെ കുടുംബങ്ങളെയും തൃക്കരങ്ങൾ അവിടെ ഏൽപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ തൃക്കരങ്ങൾ അവിടുന്ന് വായിക്കണം. ഈ ദേശവാസികളായിരിക്കുന്ന ഇന്ന് ഈ ശബ്ദപരിധിക്കുള്ളിൽ കർത്താവെ അടിയങ്ങളെ ശ്രമിക്കുന്ന അതുപോലെ കർത്താവെ അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്ന എല്ലാ പ്രിയ കുടുംബങ്ങളെയും വ്യക്തിജീവികളെയും തൃക്കരങ്ങളോട് സമർപ്പിക്കുന്നു. യാത്രക്കാരായി കർത്താവെ ഈ പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവരും ഈ വചനം കേട്ട് കർത്താവെ അത് ആശ്ചര്യകരമായി തങ്ങളത് ഉൾക്കൊള്ളുവാൻ സ്വർഗ്ഗമടുത്ത് സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ഭവനത്തെയും ഈ അങ്കണത്തെയും കർത്താവെ ദൈവകരങ്ങളോട് സമർപ്പിക്കുന്നു. ദൈവദൂതന്മാരുടെ സംരക്ഷണവും കാവലും അടിയോട് കൂടിയിരുന്ന ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യമാണെന്ന് പകരുകയും ശുശ്രൂഷയ്ക്കായി കർത്താവെ വചനം ഘോഷിക്കുവാനായി അങ്ങയുടെ ദാസമാരെ അവിടുത്തെ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ച് ചുമതലണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുമ്പോൾ വലിയ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗപിതാവ് നല്ല ദൈവമേ. ആമേൻ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയം ഒരു പ്രത്യേക ഗാനം സയോണ ഒരു പ്രത്യേക ഗാനം ഈ സമയം ആലപിക്കുന്നതായിരിക്കും.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ സായം സന്ധ്യയിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കാരക്കോണം സർക്കിളിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുറ്റത്തെ കൺവെൻഷന്റെ നല്ലൊരു കൂട്ടായ്മയ്ക്കാണ്. ഇത്രയും ദൈവമക്കൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ കുളിർമ വരുന്നതായ സമയത്ത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴമായി കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഇവിടെ ഇരുന്ന് ഈ വചനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയും കർത്തവ്യം. അതിന് മുന്നോടിയായിട്ട് ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ദൂത് സംസാരിക്കുന്നതായ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ കാരക്കോണം സർക്കിളിൽ നടന്നതായ പരസ്യ യോഗങ്ങളിലും മുറ്റത്തെ മീറ്റിങ്ങുകളിലും അനുഗ്രഹത്തോടുകൂടെ ദൈവത്തിന്റെ ദൂത് നമുക്ക് വേണ്ടി പങ്കുവെച്ച് വളരെ അനുഗ്രഹത്തോടെ പ്രസംഗിച്ചതായ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനാണ് നമുക്കിന്ന് നമ്മുടെ മധ്യയായിരിക്കുന്ന പാസ്റ്റർ ഡോക്ടർ മകേഷ് മണിയൻ അവർ. പൂനെയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സമയത്ത് സൗത്ത് കേരള സെക്ഷന്റെ മിനിസ്ട്രിയൽ വിഭാഗം ഭംഗിയായി നിർവഹിച്ച, അതിനു മുമ്പേ സർക്കിൾ ലീഡർ സഭകളെ നയിച്ചുകൊണ്ട് ഒക്കെയുള്ള ചുമതല വഹിച്ചുകൊണ്ട് അവസാനം നമ്മുടെ മധ്യയായിരുന്നത് മിനിസ്ട്രിയൽ വിഭാഗം കൈകാര്യം ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പ്രിയ പാസ്റ്റർക്ക് അല്പം കൂടെ നമ്മെ ഈ കാരക്കോണം സർക്കിളിനെയും അതുകൊണ്ട് സൗത്ത് കേരള സെക്ഷനെ നയിക്കുന്നതിനുള്ളതായ ഒരു പുതിയ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. അതായത് ഇപ്പോൾ സൗത്ത് കേരള സെക്ഷന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് പ്രിയ പാസ്റ്റർ ചുമതല ഏറ്റിരിക്കുകയാണ്. വളരെയധികം സന്തോഷം. ദൈവത്തിന്റെ ദൂത് ഇന്ന് ഈ ദേശത്ത് ഘോഷിക്കുവാൻ തക്കണം പ്രിയദാസനെ നമുക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹമാണ്. നെടുമങ്ങാട് പ്രദേശങ്ങളിലാണ് സാറിന്റെ സ്വദേശം. ഇപ്പോൾ അവര് മൂന്നാമൂട് ഭാഗത്ത് കുടുംബമായി പാർക്കുന്നു. പ്രിയ പാസ്റ്ററുടെ പത്നിയും കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഉണ്ട്. വളരെ സന്തോഷം. അവർ ഈ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴും വരുന്നത്. ഓക്കെ, ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. യേശു കുഞ്ഞുങ്ങളുണ്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമുക്ക് അനുഗ്രഹീതമായ ഈ ദൂത് കേൾക്കുവാനായിട്ട് നമ്മുടെ ശ്രദ്ധ ദൈവത്തിന്റെ വചനത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മുടെ ചുമതല. ഞാൻ ഔദ്യോഗികമായിട്ട് പ്രിയ പാസ്റ്ററെ പരിചയപ്പെടുത്തി. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു മ്ലാനത പോലെയാണ് കാണുന്നത്. ഇത് സന്തോഷമില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. വചനം കേൾക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ബീന് മാത്രം ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. ബാക്കി എല്ലാവരും ചിലരൊക്കെ ചിരിക്കുന്നത്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുന്നു. എന്തറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അറിയാമോ? 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറഞ്ഞത് അതല്ല, അത് ആകാശത്തെ കുറിച്ചാണ്. ഞാൻ വചനത്തെ കുറിച്ചാണ് ചോദിച്ചത്. അറിഞ്ഞൂടാ? തേനിലും തേൻ കട്ടയിലും മധുരമുള്ളത്. അപ്പോ ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ളതാണ്? മധുരമുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ വചനം. പിന്നെ 119-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. അത് ശരിക്കും ഉൾക്കൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കാതുകളിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ സംഗ്രഹിക്കുന്നത്. ഈ വചനം നിലത്ത് വിതച്ചതായ ഒരു അനുഭവം കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 4 സ്ഥലങ്ങളിലാണ് ആ വിത്ത് വിതച്ചത്. അവസാനം ചെന്ന് നിൽക്കുന്നത്, ബാക്കി 3 കാര്യം നമുക്ക് മറക്കാം. 4-ാമത്തെ വിതയ്ക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നല്ല നില. അങ്ങനെയൊന്നുണ്ടോ? ഏതാണ് നല്ല നില? നല്ല നില ഏതാണ്? നല്ല നില ഏതാണ്? വചനം ചെല്ലാനായിട്ടുള്ള നല്ല നില ഏതെന്നാ ഞാൻ ചോദിച്ചു. നമ്മുടെ ഹൃദയം. ആ ഹൃദയം നമുക്ക് തുറക്കാം, ഒരുക്കാം. ഇപ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ദൂത് ഘോഷിപ്പാനായിട്ട് പാസ്റ്റർ മകേഷ് മണി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ മകേഷ് മണി.
ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു സന്ധ്യായാമം. ഈ സന്ധ്യായാമത്തിങ്കൽ ഈ പ്രിയപ്പെട്ട ഭവനത്തിന്റെ അങ്കണത്തിലായിരുന്നുകൊണ്ട് ഇത്രയും പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ദൈവത്തെ ഗാനങ്ങളാൽ പാടി സ്തുതിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ അരുളപ്പാടുകളെ ശ്രമിക്കുവാനും ഒക്കെ സ്വർഗയുടെ ആക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. അപ്രകാരം ഈ ഭവനം ഒരുക്കി നൽകിയ ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എന്റെ നന്ദിയും കടപ്പാടിനെ അറിയിക്കുന്നു. അതുപോലെ പ്രകാരം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത കുണ്ടങ്കോട് ചർച്ചിലെ സഭാ ശുശ്രൂഷകനും മറ്റു പ്രിയപ്പെട്ടവർക്കും അതുപോലെ ഈ സർക്കിളിലെ സർക്കിൾ ലീഡറിനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഭാ ശുശ്രൂഷകന്മാർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടായിരിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ച പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് കടന്നു ചെല്ലാം. ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ആരെങ്കിലും വായിച്ചാട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇവിടെ കർത്താവായ ക്രിസ്തുവിനെ ശ്രമിച്ചതായിട്ടുള്ള ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസപിതാവ് അനുഗ്രഹമേറിയ സന്ധ്യായാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികൾ കർത്താവ് തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് ഈ ഭവനാങ്കണത്തിലായിരുന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യം അടിയങ്ങളോട് ഈ ഭവനാങ്കണത്തിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും അവിടെ നിന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രത്യേകിച്ച് കർത്താവ് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയ മക്കളോട് എന്റെ ദൈവം ഇടപെട്ട് ഈ ദേശത്ത് അനുഗ്രഹമേറിയ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ നൽകുന്നതിന് വേണ്ടി അവിടെ ഒരുക്കിയ വലിയ കുമോൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ആവശ്യമായ എല്ലാ നന്മകളാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഭവനാങ്കണത്തിൽ കർത്താവ് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ ദൈവം കരുതി അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിക്കണം. ഈ ദേശം ഉണരുവാൻ അങ്ങയുടെ വരവിനായി ഒരുങ്ങുവാൻ എന്റെ ദൈവം ഇടയാക്കണം, അനുഗ്രഹിക്കണമെന്ന അടിയ കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ന്റെ-31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. ഇവിടെ ദൈവത്തിന്റെ വചനം ലൂക്കോസ് അപ്പോസ്തലൻ അപ്പോസ്തലിക സഭയുടെ ചരിത്രം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാം. അപ്പോൾ ഈ ലോകത്ത് രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നാണ് തിരുവചനം പറയുന്നത്. നമ്മൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ചോദ്യം, എന്തുകൊണ്ട് നമുക്കൊരു രക്ഷയുടെ ആവശ്യം? എന്തുകൊണ്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക? നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത? അങ്ങനെ ഒരു ആവശ്യം നമുക്കുണ്ടോ? നമുക്ക് രക്ഷ നേടേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്കുണ്ടോ? എന്തായിരിക്കും കാരണം? നമ്മൾ സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ 53-ാം സങ്കീർത്തനം അവിടെ പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോ എല്ലാവരും ഒരുപോലെ പിൻവാങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാന്മാരുണ്ടോ എന്ന്. എന്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം എന്ന് ചോദിച്ചാല്
നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കാം. 6 ദിവസം കൊണ്ട് സകലതും സൃഷ്ടിച്ച ദൈവം, 6 ദിവസം കൊണ്ട് ദൈവം സകലതും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ആവശ്യത്തിന് അനുസൃതമായി മനുഷ്യനെ ഈ ഭൂമിയിൽ നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി, മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി മനുഷ്യന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു. അതുകൊണ്ടാണ് ഈ ഭൂമിയെ ഗൃഹം എന്ന് പറയുന്നത്. ഗൃഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണ്. ഗൃഹം എന്ന് പറഞ്ഞാൽ ഭവനം അല്ലെങ്കിൽ വീട്. അപ്പൊ മനുഷ്യന് താമസിക്കുവാൻ മതിയായ അനുഗ്രഹിക്കപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ദൈവം ഒരുക്കി വെച്ചു. അവന് നല്ലതുപോലെ ജീവിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഘടകങ്ങളൊക്കെയും ദൈവം ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചു. അവന് ശ്വസിക്കുന്നതിന് വേണ്ടി വായു ദൈവം നൽകി. അവന് കുടിക്കുന്നതിന് വേണ്ടി വെള്ളം, ഭക്ഷണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ ഒരുക്കി വെച്ചു. അതിനുശേഷം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ഇവിടെ നിന്ന് ദൈവം ഒരുക്കി വെച്ച ഈ ഭൂമിയുടെ മുകളിൽ നിന്നും ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, നിലത്തെ പൊടി കൊണ്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ നിലത്തെ പൊടി കൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അതിനുശേഷം ദൈവം മനുഷ്യനെ മനോഹരമായ ഒരു തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ തോട്ടത്തില് അവൻ ആവശ്യമായതെല്ലാം ഉണ്ട്. അവിടെ അവൻ മനോഹരമായിട്ട് ജീവിച്ചു പോരുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവനൊരു മുന്നറിയിപ്പ് നൽകി. തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങളുണ്ട്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ആ ജീവന്റെ വൃക്ഷം ഉൾപ്പെടെ ആ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിലെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന നാളിൽ എന്ത് സംഭവിക്കും? നീ മരിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. എന്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കും ദൈവം ഇത്രയും മനോഹരമായ തോട്ടത്തിന്റെ നടുവില് നന്മതിന്മകളെ കുറിച്ചുള്ള ഒരു അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം വെച്ച് ആദമിനോടും അവയോടും പറയുന്നു, ആ തോട്ടത്തിലെ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന്? അതോടൊപ്പം അവിടെ ജീവവൃക്ഷവും ഉണ്ടായിരുന്നു. ആ ജീവവൃക്ഷത്തിന്റെ ഫലം മനുഷ്യന് ഇഷ്ടം പോലെ തിന്നാം, അവിടെ ഒരു കുഴപ്പവുമില്ല. ഇതിലൂടെ ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. നമ്മള് യെശയ്യാപ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോഴും യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും അവിടെ വീഴ്ച ഭവിച്ചതായിട്ടുള്ള ഒരു ദൂതനെ കുറിച്ച്, ഒരു മാലാഖയെ കുറിച്ച് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിനൊരു ഉത്തരം ലഭിക്കാം. വായിക്കാം. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. ജയിച്ചില്ല. സ്വർഗത്തിൽ പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. തുടർന്ന് പറയുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമായ മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു. ആരൊക്കെ തമ്മിലാണ് യുദ്ധം നടന്നത്? ആരൊക്കെ തമ്മില? മിഖായേൽ എന്ന് പറഞ്ഞാൽ, മിഖായേൽ എന്ന പദത്തിനർത്ഥം വൺ ഹൂ ലൈക്ക് മോസ്റ്റ് ഹൈ, അല്ലെങ്കിൽ അത്യുന്നതനായ ദൈവത്തിന് സമനായിരിക്കുന്ന, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. മിഖായേലും പിന്നെ മഹാസർപ്പം, ദൈവത്തിന്റെ വചനം പറയുന്നു പിശാചും സാത്താനുമായിരിക്കുന്ന മഹാസർപ്പം എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോ ഇവിടെ മിഖായേലും സാത്താൻ അല്ലെങ്കിൽ ലൂസിഫറും തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുന്നു? മഹാസർപ്പം, ലൂസിഫർ പരാജയപ്പെടുന്നു. അതിനുശേഷം മഹാസർപ്പത്തെ, പിശാചിനെ, ഡുവലിനെ, ലൂസിഫറിനെ എങ്ങോട്ട് തള്ളിക്കളഞ്ഞു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമായിരിക്കുന്ന മഹാസർപ്പത്തെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ദൈവവും ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഉള്ള ഇടത്ത് കോടാനുകോടി ദൂതഗണങ്ങൾ സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്ത് പിശാച്
നമ്മൾ ഏശയ്യാ പ്രവചനവും എഹെസ്കേൽ പ്രവചനവും വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. തിരുവചനം പറയുന്നു, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ നിലത്തു വീണോ? ഞാൻ സ്വർഗത്തിൽ അത്യുന്നതന് സമനാകും, മേഘോന്നതങ്ങളിൽ ഇരിക്കും, ദൈവത്തിന് സമനാകുമെന്നല്ലേ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്ന് തിരുവചനം പറയുന്നു. അപ്പോ ദൈവത്തിന് സമനാകുവാൻ ലൂസിഫർ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ട്, ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ പിശാച് ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് പിശാചിന് എന്ത് സംഭവിച്ചു? വീഴ്ച സംഭവിച്ചു. ദൈവം അവനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ട് ദൈവം പിശാചിനെ തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ലൂസിഫർ എന്ന് പറയുന്ന മാലാഖയെ മറ്റ് കോടാനുകോടി ദൂതഗണങ്ങളെയും സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവം എന്ന് പറയുന്നത് സൃഷ്ടികർത്താവായ ദൈവമാണ്. സകല ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, ആ ദൈവത്തെ മാത്രമേ നമ്മൾ സ്തുതിക്കാവൂ. സകല ആരാധനയ്ക്കും സ്തോത്രത്തിനും സ്തുതിക്കും യോഗ്യനെന്ന് പറയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. മറ്റൊരു സൃഷ്ടിയെയും നമ്മൾ ആരാധിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ ആരാധിക്കണം, അല്ലെങ്കിൽ മറ്റൊന്നിനെയും നീ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറയുവാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ ലൂസിഫർ ദൈവകൽപ്പന ലംഘിച്ച് സ്വയം ദൈവമാകുവാൻ ആഗ്രഹിച്ചു, ദൈവസിംഹാസനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും തള്ളിക്കളഞ്ഞ. ദൈവം ഏതും തോട്ടത്തില്ല നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും ഫലവും ജീവവൃക്ഷവും വയ്ക്കുവാനുള്ള കാരണം മനുഷ്യൻ മനസ്സിലാക്കണം, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതന് വീഴ്ച ലഭിച്ചിട്ടുണ്ട്. അവന് നന്മയോടൊപ്പം തിന്മയും അറിയാം. അവൻ നന്മ പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നന്മയോടൊപ്പം തിന്മയും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അവനെ തള്ളിക്കളഞ്ഞത്. ആ വൃക്ഷം പ്രദാനം ചെയ്യുന്നത് ലൂസിഫറിനെയാണ്, അല്ലെങ്കിൽ പിശാചിനെയാണ്. ആ വൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ്. ആ വൃക്ഷഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അതിന് തൊട്ടടുത്ത് തന്നെ ജീവന്റെ വൃക്ഷവും നിൽക്കുന്നു, ജീവവൃക്ഷത്തിന്റെ ഫലം. അത് മനുഷ്യന് ഭക്ഷിക്കാം. അത് പ്രദാനം ചെയ്യുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ ശ്രമിച്ചവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം, എന്നിൽ നിന്നും ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. നമുക്കേവർക്കും നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. നമ്മളെല്ലാവരും നഷ്ടപ്പെട്ടു പോകേണ്ട ഇടത്ത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവനുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദിമ മാതാപിതാക്കളായിരിക്കുന്ന ആദമും ഹവ്വയും വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ച് പിശാചിനോട് സഖ്യം ചേർന്ന് പാപം ചെയ്തതിന്റെ ഫലമായിട്ട് പാപത്തിന്റെ പരിണിത ഫലമായിരിക്കുന്ന കഷ്ടതയും പ്രയാസവും രോഗവും ദുഃഖവും അതിന്റെ ആകത്തുകയായിരിക്കുന്ന മരണമൊക്കെയും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ മനുഷ്യൻ മരിക്കേണ്ട ഇടത്ത് കർത്താവ് യേശുക്രിസ്തു മരിച്ചത് കൊണ്ട് ഇവിടെ ദൈവം പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാം. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദമിന്റെ കുടുംബത്തിൽ പാപിയായി തീർന്ന മനുഷ്യന്റെ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്, നമ്മളും പാപസ്വരൂപത്തിലായി തീർന്നത് കൊണ്ട്, പാപം നമ്മളെ അടക്കി വാഴുന്നത് കൊണ്ട്, ആ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷകനായ കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ വഹിച്ചത് കൊണ്ട് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. നമ്മൾ ഗെത്സമനയുടെ അനുഭവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തു ഹൃദയം നുറുങ്ങിയ തന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത്
പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ എന്ന് കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും പിതാവായ ദൈവം പാപമറിയാത്ത പുത്രനിലാക്കി തീർത്തപ്പോൾ ആ ലോകത്തിന്റെ മുഴുവൻ പാപവും വഹിക്കാതെ വണ്ണം അത്രത്തോളം കഠിനമായി മാറിയപ്പോൾ കർത്താവ് യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് പ്രകാരം പ്രാർത്ഥിച്ചു. നമുക്കറിയാം, ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി എന്ന തിരുവചനം പറയുന്ന അതുപോലെ ശിഷ്യന്മാർ ക്രിസ്തുവിനെ കാണുമ്പോൾ കണ്ടാൽ ആളറിയത്തക്ക വിധം, ആളറിയാൻ കഴിയാത്ത വിധം ക്രിസ്തു വികൃതമായി തീർന്നു എന്ന് തിരുവചനം പറയുന്ന. കാരണം അത്രത്തോളം കഠിനമാണ് പാപത്തിന്റെ അവസ്ഥ. പുത്രനായ ക്രിസ്തുവിന് ഒറ്റയ്ക്ക് അത് വഹിക്കുവാൻ സാധിക്കാത്ത വിധം ക്രിസ്തു വികൃതമായി തീർന്നു. ക്രിസ്തുവിന്റെ നാഡീ ഞരമ്പുകളിൽ നിന്നും ഒഴുകുന്നതായിട്ടുള്ള വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറി എന്ന് തിരുവചനം പറയുന്ന. എന്നാൽ ക്രിസ്തു അതൊക്കെയും വഹിച്ച് നമുക്കോരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും നിത്യജീവനുണ്ട് എന്ന് തിരുവചനം പറയുന്ന. അതുകൊണ്ടാണ് ഇവിടെ ലൂക്കോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്രകാരം നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഭവനാങ്കണത്തിൽ നമ്മളായിരിക്കുന്നത്. ശരിയല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത എത്ര പേരുള്ളൂ? എല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന. വെരി ഗുഡ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളാം. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്താണ്? നിർജീവം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം എന്ന് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പ്രവൃത്തിയിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവൃത്തിയുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. എന്താണ് ഈ പ്രവൃത്തിയുള്ള വിശ്വാസം എന്ന് പറയുന്നത്? അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളണം. കർത്താവ് യേശു ക്രിസ്തു ആദ്യമായിട്ട് നമ്മെ സ്നേഹിച്ചു. ഇങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ സ്വർഗീയ ആലോചന സമിതിയിൽ ഇനി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി പാപിയായി തീർന്നു. തങ്ങൾ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ഇനി അവർക്ക് ദൈവസമയത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ലാതിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ പുത്രനായ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരില്ലാത്ത സകലരും അതിനെ നമസ്കരിക്കുമെന്ന തിരുവചനം പറയുന്നു. അപ്പോ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് കർത്താവ് യേശു ക്രിസ്തു ലോകം പാപിയായി തീർന്നപ്പോൾ മനുഷ്യൻ പാപം ചെയ്ത ദൈവ തേജസ് നഷ്ടപ്പെടുന്ന സമയത്ത് തന്നെ പുത്രനായ ക്രിസ്തു ലോകത്തിന് വാഗ്ദത്തം ചെയ്തു, ഞാൻ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചുകൊള്ളാമെന്ന്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുവാൻ കാരണമായി തീർന്നത്. അപ്പോ ലോകസ്ഥാപനം മുതൽക്ക് തന്നെ കർത്താവ് യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്യുകയും കാലസമ്പൂർണതയിൽ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു. ആ ക്രിസ്തു പറയുന്നു, ആ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആരും നഷ്ടപ്പെടാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. മുന്നമേ തന്നെ ക്രിസ്തു നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ട് ക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി സ്വന്തം ജീവനെ നൽകി കാൽവരിയിൽ നമുക്ക് ഓരോരുത്തർക്കും യാഗമായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇനി നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവകൽപ്പനകൾ അനുസരിക്കണമെന്ന് തിരുവചനം പറയുന്ന. എന്താണ് ദൈവകൽപ്പനകൾ?
ദൈവം സീനായി മലയിൽ വെച്ച മോശയുടെ കരങ്ങളിൽ കൽപ്പലകളിൽ സ്വന്തം വിരലുകളാൽ എഴുതി നൽകിയതായിട്ടുള്ള ദൈവത്തിന്റെ കൽപ്പനകളാണ്, അല്ലെങ്കിൽ 10 കൽപ്പനകളാണ് ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൽപ്പനകളെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത് എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. അതുപോലെ ക്രിസ്തു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളാം ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. ഇനി എന്താണ് പാപം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം പാപത്തിനൊരു നിർവചനം നൽകുന്ന, ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് സിൻ, അല്ലെങ്കിൽ കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന. ഇനി നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ വീണ്ടും പറയുന്ന, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുവിൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന. അപ്പോൾ ദൈവം നമ്മെ ന്യായവിധി നടത്തുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താലാണ്, അല്ലെങ്കിൽ കൽപ്പനയുടെ മാനദണ്ഡത്താലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഈ കൽപ്പന എന്ന് പറയുന്നത് ദൈവസിംഹാസനത്തിന് അടിസ്ഥാനമാണ്. നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം മോശ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ആ വിശുദ്ധ മന്ദിരം സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിന്റെ മാതൃക പ്രകാരം നിർമ്മിക്കുവാനും ദൈവം മോശയോട് കൽപ്പിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, മലമുകളിൽ വച്ച മോശ പ്രവാചകന് സ്വർഗത്തിലെ ദൈവം സ്വർഗീയ ദർശനത്തിൽ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തെ കാണിച്ചു കൊടുത്തു, സ്വർഗീയ ആലയത്തെ കാണിച്ചു കൊടുത്തു. അതിന്റെ മാതൃക പ്രകാരമാണ് മോശ പ്രവാചകൻ വിദഗ്ധരെ കൊണ്ട് ഭൂമിയിൽ ആലയം ചമച്ചത് എന്ന് തിരുവചനം പറയുന്ന. ഈ വിശുദ്ധ മന്ദിരത്തിന് എത്ര ഭാഗങ്ങളുണ്ടോ? 3 ഭാഗങ്ങളുണ്ട് എന്നും, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, ഇങ്ങനെ 3 ഭാഗങ്ങളുണ്ട് എന്നും, അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകത്തിനകത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ ഇരിക്കുന്നു എന്നും, ആ നിയമപ്പെട്ടകത്തിന് മുകളിൽ കൃപാസനം ഇരിക്കുന്നുവെന്നും, ആ കൃപാസനത്തിന് മുകളിലാണ് സ്വർഗത്തിലെ ദൈവം അധിവസിക്കുന്നത് എന്നും, ആ കൃപാസനത്തെ മറച്ചുകൊണ്ട് കെരൂബുകളുണ്ട് എന്നും കാണുവാൻ സാധിക്കാം. അത് സ്വർഗീയ ആലയത്തിന്റെ മാതൃകയിലാണ്. ആ ദൈവം വസിക്കുന്ന കൃപാസനം നിയമപ്പെട്ടകത്തിനകത്തിരിക്കുന്നു, നിയമപ്പെട്ടകത്തിനുള്ളിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ഇരിക്കുന്ന. അപ്പോൾ സ്വർഗീയ ആലയത്തിന് അടിസ്ഥാനം ദൈവത്തിന്റെ കൽപ്പനകളാണ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവം മോശയുടെ കരങ്ങളിൽ കൽപ്പലകയിൽ കൽപ്പനകൾ എഴുതി നൽകുന്നത്. ഭൂമിയിലെ ആലയം സ്വർഗീയ ആലയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ മാതൃക പ്രകാരമാണ്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ദൈവകൽപ്പനകൾക്ക് അടിസ്ഥാനമായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് ദൈവം ന്യായവിധി നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിന് നിയമസംഹിതകളുണ്ട്. ആ നിയമങ്ങൾ ലംഘിക്കുമ്പോഴാണ് പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കോടതിയിൽ വിചാരണ നേരിടുവാൻ പോകുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന്റെയും നിയമത്തിനനുസൃതമായിട്ടാണ് അവർക്ക് ശിക്ഷകൾ നൽകുന്നത്, അല്ലെങ്കിൽ അവർ ന്യായവിധികൾ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വർഗീയ സിംഹാസനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ധാർമ്മിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യന് ശിക്ഷ വിധിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നവരെ പോലെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുവിൻ എന്ന. ഈ കൽപ്പനകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് കൽപ്പനകൾ? ഒന്നാമത്തെ കൽപ്പന എന്താണ് പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. രണ്ടാമത്തെ കൽപ്പന, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. മൂന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവെടുക്കരുത്. നാലാമത്തെ കൽപ്പന, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ അവർക്ക് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. 5-ാമത്തെ കൽപ്പന,
നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. 6ാമത്തെ കൽപ്പന കൊല ചെയ്യരുത്. 7ാമത്തത് വ്യഭിചാരം ചെയ്യരുത്. 8ാമത്തത് മോഷ്ടിക്കരുത്. 9ാമത്തത് കള്ളസാക്ഷ്യം പറയരുത്. 10ാമത്തത് മോഹിക്കരുത്. ഇതാണ് 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകൾ ദൈവം എത്ര കൽപ്പലകയിലാണ് എഴുതി നൽകിയത്? 2 കൽപ്പലകയിൽ എഴുതി നൽകിയെന്ന് കാണുവാൻ സാധിക്കാം. 1ാമത്തെ കൽപ്പലകയിൽ എത്ര കൽപ്പനകളുണ്ട്? 4 കൽപ്പന. അത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ശരിയാണോ അല്ലയോ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. 2ാമത്തെ കൽപ്പലകയിലുള്ള കൽപ്പന മനുഷ്യനും തമ്മിൽ ചെയ്യുവാനുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന. ഇനി 1ാമത്തെ കൽപ്പലകയിലെ കൽപ്പന ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ശരിയാണോ ഇല്ല? നമുക്ക് നോക്കാം. 1ാമത്തെ കൽപ്പന എന്താണ് പറയുന്നത്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ആരെ ആരാധിക്കണമെന്ന്. സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും നീ നമസ്കരിക്കുന്ന അതൊക്കെയും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അതിനെ നീ കുമ്പിടരുത് എന്ന് ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതുപോലെ ദൈവം മനുഷ്യന് കാണിച്ചു കൊടുക്കുന്നു, സ്വർഗത്തിൽ നിന്നും വീഴ്ച ലഭിച്ചതായിട്ടുള്ള ഒരു മാലാഹ, ഒരു ദൂതൻ ലൂസിഫർ ഈ ഭൂമിയിൽ വീണ് കിടപ്പുണ്ട്. അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനം ആഗ്രഹിച്ചത് കൊണ്ട്, സ്വർഗത്തിൽ അവൻ ആരാധന ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ സ്വർഗത്തിൽ നിന്നും നിലത്ത് വീണത്. അതുകൊണ്ട് അവന്റെ പിന്നാലെ പോകരുത്, അവനെ നമസ്കരിക്കരുത്, അല്ലെങ്കിൽ അവന്റെ ചതിയിൽ പെടരുതെന്ന് ദൈവം കാണിച്ചു തരുന്നു. ശരിക്കും കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പിശാച് കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നു. ശരിയാണോ ഇല്ലയോ? മരുഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തു ഉപവസിച്ച് 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് പിശാച് കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നു. അതിൽ 3ാമത്തെ പരീക്ഷ എന്താണ്? 3ാമത്തെ പരീക്ഷ? പിശാച് ഈ സകലത്തെയും കർത്താവ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ഇതൊക്കെയും ക്രിസ്തുവിനുള്ളതാണ്, അല്ല പിശാചിനുള്ളതാണ്. കാരണം ഭൂമിയിലെ കാര്യസ്ഥനായിട്ട് സൃഷ്ടിച്ച മനുഷ്യനെ വഞ്ചിച്ച് ഇതൊക്കെയും ഇതിന്റെ പരമാധികാരി ആരായി മാറി? പിശാചായി മാറി. ഇനി ഇതൊക്കെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. സ്വന്തം ജീവനെ നൽകി വേണം ക്രിസ്തുവിന് ഇത് വീണ്ടെടുക്കാൻ. എന്നാൽ പിശാച് ക്രിസ്തുവിനോട് പറയുകയാണ്, നീ ക്രൂശിൽ പോകണ്ട, നീ ഒന്നും ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി? എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാനിതൊക്കെയും നിനക്ക് തരാമെന്ന് പിശാച് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ആരാധന പുതിയനാണ് പിശാച. ദൈവത്തിന്റെ ആരാധന സ്വർഗത്തിൽ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഭൂമിയിൽ വീണത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വന്നപ്പോഴും പിശാച് ക്രിസ്തുവിനോട് ചോദിക്കുന്നതും എന്താണ്? ആരാധന. എന്ന് ഈ ലോകത്തുള്ള സകലരോടും പിശാച് ചോദിക്കുന്നതും അതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, പിശാചിനെ ആരാധിക്കുന്നതായിട്ടുള്ള ആരാധന ആലയങ്ങൾ, പിശാചിനെ നേരിട്ട് പിശാചിന്റെ പേരിൽ തന്നെ ആരാധിക്കുന്നതായിട്ടുള്ള ആരാധന ആലയങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ പിശാച് വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയിലൂടെ ദൈവത്തിന്റെ മക്കളോട് പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 1ാമത്തെ കൽപ്പന നമ്മെ പഠിപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ. ഏത് ദൈവത്തെ ആരാധിക്കണമെന്ന്, ആരെ ആരാധിക്കണമെന്ന് 1ാമത്തെ കൽപ്പന നമുക്ക് പറഞ്ഞു തരുന്നു. 2ാമത്തെ കൽപ്പന നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാണ് പറയുന്നത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് 2ാമത്തെ കൽപ്പന നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഈ ഭൂമിയിലുള്ള ഒന്നിനോടും സമപ്പെടുത്തരുത്. താൽക്കാലികളോടോ ഇഴജീവികളോടോ ഒന്നിനോടും, ഒരു വിഗ്രഹത്തോടും നിങ്ങൾ തുലനം ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് 2ാമത്തെ കൽപ്പന നമുക്ക് കാണിച്ചു തരുന്നു. 3ാമത്തെ കൽപ്പന ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത്. എങ്ങനെ ബഹുമാന പുരസ്കരം ദൈവത്തെ ആരാധിക്കണമെന്ന് 3ാമത്തെ കൽപ്പന നമുക്ക് കാണിച്ചു തരികയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദുഷ്ടൻ യഹോവയുടെ നാമം തന്റെ നാവിലെടുക്കുമ്പോൾ യഹോവയുടെ നാമം വൃഥാവാകുന്നു എന്ന്. ഇത്രത്തോളം ബഹുമാന പുരസ്കരം, എങ്ങനെ ബഹുമാന പുരസ്കരം നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് 3ാമത്തെ കൽപ്പന നമുക്ക് കാണിച്ചു തരുന്നു. 4ാമത്തെ കൽപ്പന നമുക്ക് കാണിച്ചു തരുന്നു, ഏത് ദിവസം
നമ്മുടെ ദൈവത്തെ ആരാധിക്കണമെന്ന് 4ാമത്തെ കൽപ്പന നമുക്ക് കാണിച്ചു തരുന്നു. 1ാമത്തെ കൽപ്പന ആരെ ആരാധിക്കണമെന്നും 2ാമത്തെ കൽപ്പന എങ്ങനെ ആരാധിക്കണമെന്നും 3ാമത്തെ കൽപ്പന എങ്ങനെ ബഹുമാന പുരസ്കരം ദൈവത്തെ ആരാധിക്കണമെന്നും 4ാമത്തെ കൽപ്പന ഏത് ദിവസം ദൈവത്തെ ആരാധിക്കണമെന്നും നമുക്ക് കാണിച്ചു തരുന്ന. അപ്പോൾ ദൈവകൽപ്പനകൾ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇനി നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുകയാണ് എങ്കിൽ അനവധിയായിരിക്കുന്ന ആരാധനാലയങ്ങളുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നിരവധിയായിരിക്കുന്ന ക്രിസ്തീയ ആലയങ്ങൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അപ്പോസ്തലിക സഭ നിലനിൽക്കുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം പറയുന്നത് സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു, ഏറ്റവും പവിത്രത ഉള്ളതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. അങ്ങനെ ദൈവത്തെ അവർ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത സമയത്ത് സഭ വളരെ ശക്തിയോടുകൂടെ വളർന്നുകൊണ്ടിരുന്നു എന്ന് അനേകായിരങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സഭയിലേക്ക് കടന്നു വരികയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായവും 3-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് അപ്പോസ്തലന്റെ ഒരു നേരത്തെ പ്രസംഗം കൊണ്ട് തന്നെ 3000 പേര് സഭയോട് ചേർന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെ 3000, 7000, 10,000 എന്ന് വേണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സുവിശേഷം എത്തപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. അങ്ങനെ സുവിശേഷം പരന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയത്ത് തിരുവചനം നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പീഡനവും ദൈവസഭയ്ക്കുള്ളിലേക്ക് ഉണ്ടായിരുന്നു എന്ന്. ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ ഒന്നൊന്നായിട്ട് ശത്രുവിന്റെ ആലോചന പ്രകാരം റോമൻ ഭരണാധികാരികൾ കൊന്നൊടുങ്ങിക്കൊണ്ടിരുന്ന ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി മാറിക്കൊണ്ടേയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ത്യയിലേക്ക് കടന്നു വന്ന തോമസ് ലീഗയെ കുറിച്ച് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്ന തോമസിനെ ഇവിടെ കൊന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അങ്ങനെ പീഡനം വളരെ ശക്തമായിട്ട് സുവിശേഷം പോയിക്കൊണ്ടിരുന്നപ്പോൾ പീഡനവും വളരെ ശക്തമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയും എന്നാൽ ആ സമയത്തൊക്കെയും സുവിശേഷം ദ്രുതഗതിയിൽ ലോകമെമ്പാടും പരന്നുകൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് കാണുവാൻ സാധിക്കാം. ആ സമയത്ത് പിശാച് മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ക്രിസ്തുമതം അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ സത്യവചനങ്ങളെ പൂർണ്ണമായും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ പ്രകാരം മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭ ശക്തമായി വളരുകയും അതോടൊപ്പം ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ അന്നത്തെ സഭയിലെ വ്യക്തികൾക്ക് വളരെ ഉപദ്രവങ്ങൾ നേരിടുകയും അനേകർ മരിക്കുകയും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്പൊ പിശാച് നോക്കിയപ്പോ ഒരു വ്യക്തിയെ കൊല്ലുമ്പോൾ 100 പേര് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന, 10 പേരെ കൊല്ലുമ്പോൾ 1000 പേര് കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന. ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. രാജ്യത്തിന്റെ സുവിശേഷം ശക്തമായി ലോകമെമ്പാടും എത്തുമെന്ന് മനസ്സിലാക്കിയ പിശാച് തന്റെ തന്ത്രം ഒന്ന് മാറ്റുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. സത്യത്തോടൊപ്പം അസത്യം ചേർത്ത തിരുവചനത്തിലെ സത്യങ്ങളെ മാറ്റിക്കളയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഒരു വിഗ്രഹവും ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന്. അതുപോലെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു ശബത്താവിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന്. ഇനി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സത്യസഭയുടെ 2 അടിസ്ഥാനങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നു. ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യമെന്ന് തിരുവചനം പറയുന്ന. ഇനി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം പറയുന്നു മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായ അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. ഇവിടെ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരോടുമാണ് പിശാചിന് പോരാട്ടം എന്ന് കാണുവാൻ സാധിക്കും. ആദിമസഭ പരിശുദ്ധിയിൽ രാജ്യത്തിന്റെ സുവിശേഷം ദ്രുതഗതിയിൽ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ സഭയ്ക്ക് ശക്തമായ പീഡനങ്ങൾ നേരിട്ടു എങ്കിലും
ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. അവർ ദൈവകൽപ്പന പ്രമാണിക്കുകയും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ AD 300 കാലഘട്ടം എത്തിയപ്പോൾ സഭ സത്യത്തിന് പിന്നാലെ, കർത്താവ് യേശു ക്രിസ്തുവിന് പിന്നാലെ പോകാതെ അന്നത്തെ റോമൻ ചക്രവർത്തിമാർ വച്ചു നീട്ടിയതായിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തി സഭയിൽ പീഡനമുണ്ടാകാതെ, സഭയിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഈ ലോകത്തിന് മുന്നിൽ സഭ തലകുനിച്ചു കൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് ലോകത്ത് 20,000 30,000-ത്തിലധികം വ്യത്യസ്തമായിരിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങൾ നിലനിൽക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കാം. എന്നാൽ അന്ത്യകാലത്തെ ദൈവത്തിന്റെ സഭയിലെ 2 അടയാളങ്ങൾ എന്ന് പറയുന്നത് ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നവരും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ ഇന്ന് ലോകത്ത് ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്ന വിരളം സഭകൾ മാത്രമേ ഉള്ളൂ എന്ന് കാണുവാൻ സാധിക്കാം. അവർക്ക് ചില കൽപ്പനകളൊക്കെയും ഓക്കെയാണ്. എന്നാൽ 4ാമത്തെ കൽപ്പനയിൽ കടന്നു വരുമ്പോൾ അത് മാറിപ്പോയി, നീങ്ങിപ്പോയി എന്നൊക്കെയും ലോകത്തോട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക നമ്മൾ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവൻ വളർന്ന് നസ്രത്തിൽ വന്ന് പതിവ് പോലെ ശബത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ക്രിസ്തു 1-ാം ദിവസം അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ മാറ്റിയതായിട്ടുള്ള ശബത്തിന്റെ വിശുദ്ധിയെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയതായിട്ടുള്ള 1-ാം ദിവസത്തിലല്ല കർത്താവ് യേശു ക്രിസ്തു ദൈവാലയത്തിലേക്ക് കടന്നു ചെന്നത്. 7-ാം ദിവസമായിരിക്കുന്ന ശബത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നത് എന്ന് കാണുവാൻ സാധിക്കും. കാരണം കർത്താവ് യേശു ക്രിസ്തു ശബത്തിനും കർത്താവാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു കൃത്യമായിട്ട് പറയുന്നു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ്. എങ്ങനെയാണ് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവായത് എന്ന് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കാം. എങ്ങനെയാണ് മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവായി തീർന്നത് എന്ന്. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 6 ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം 6-ാം ദിവസം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം 7-ാം ദിവസത്തിൽ സ്വസ്ഥമായിരുന്നു. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് തിരുവചനം പറയുന്ന. അപ്പോൾ ശബത്തിനെ സൃഷ്ടിച്ച ദൈവം, ശബത്തിൽ സ്വസ്ഥമായിരുന്ന ദൈവം, ശബത്തിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മോട് പറയുകയാണ് മനുഷ്യപുത്രൻ ശബത്തിലും കർത്താവാണ് എന്ന്. സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ 7-ാം ദിവസത്തിൽ സ്വസ്ഥമായിരുന്ന ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ 7-ാം ദിവസത്തിൽ ശബത്തിൽ പള്ളിയിൽ പോയി വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവചനം പറയുന്നു. ഇനി അപ്പോസ്തലന്മാരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലന്മാരും ശബത്തിൽ പള്ളിയിൽ പോയി ആരാധിച്ചിരുന്നു, അല്ലെങ്കിൽ പുഴമുഖത്ത് ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നൊക്കെ ഈ തിരുവചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ സ്പഷ്ടമായിട്ട് കാണുവാൻ സാധിക്കും അപ്പോസ്തലന്മാരുടെ പതിവും അവർ ശബത്തിൽ ദൈവത്തെ ആരാധിച്ചിരുന്നു എന്ന്. അപ്പോസ്തലന്മാർ ശബത്തിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള കാരണം നമ്മള് യെശയ്യാപ്രവചനം 66-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കാം എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ ശബത്തിൽ ദൈവത്തെ ആരാധിച്ചു എന്ന്. അപ്പോസ്തല പ്രവൃത്തികൾ 66 യെശയ്യാപ്രവചനം 66-ന്റെ 22 വചനം പറയുന്നു, പിന്നെ ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിക്കുന്നതായിട്ടുള്ള പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും
ഒന്നാം ദിവസമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ പോകേണ്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു 7-ാം ദിന ശബത്തിലാണ് സകല ജഡവും ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നത്. ദൈവമുണ്ടാക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും സകല ചരാചരങ്ങളും ദൈവത്തെ ആരാധിക്കുന്നത് 7-ാം ദിന ശബത്തിലാണ് എന്ന് തിരുവചനം പറയുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ പതിവ്, അവർ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് 7-ാം ദിനത്തിൽ ശബത്തിൽ ദേവാലയത്തിലേക്ക് കടന്നുപോയത്. ഇനി നമ്മൾ ലെവിറ്റിക്കസ്, ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്നതിന് വേണ്ടി മനുഷ്യന് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്. അന്ന് ഒരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും അത് യഹോവയുടെ ശബതാകുന്നു. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, 6 ദിവസം ദൈവം നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങൾ. 4-ാമത്തെ കൽപ്പന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ശബത്താലിനെ ശുദ്ധീകരിക്കാൻ അവർക്ക് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്. ആ ശബത്തിൽ നമ്മൾ ഒരു ജോലിയും ചെയ്യരുത്, ഒരു വേലയും ചെയ്യരുത്. ശബത്തിനെ സ്വസ്ഥതയ്ക്കുള്ള ദിവസമായി ദൈവം നൽകുമ്പോൾ അത് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ദിവസമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുപോലെ തിരുവചനം പറയുന്നു, ശബത്തിനും കർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ ദിവസമാണ് 7-ാം ദിനം. അത് യഹൂദന്റെ ദിവസമല്ല, അത് ക്രിസ്ത്യാനിയുടെ ദിവസമല്ല. തിരുവചനം പറയുന്നു, അത് യഹോവയുടെ ദിവസം, നമ്മെ സൃഷ്ടിച്ച, നമ്മെ മെനഞ്ഞ, നമ്മെ അനുഗ്രഹിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ദിവസമാണ് ശബത് എന്ന് തിരുവചനം പറയുന്ന. ഇനി ദൈവം, നമ്മൾ നേരത്തെ മനസ്സിലാക്കി, ദൈവകൽപ്പനകൾ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ദൈവം നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവും ദൈവത്തിന്റെ ജനവും തമ്മിലുള്ള ബന്ധത്തെ തിരുവചനം മണവാളനും മണവാട്ടിയും അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. 10 കന്യകമാരുടെ ഉപമയിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് അതാണ്. മണവാളനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടികളാണ് ദൈവത്തിന്റെ സഭ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ന ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്ന. ഇനി സ്വർഗത്തിലെ ദൈവം ദൈവത്തിന്റെ മണവാട്ടി സഭയെ തിരിച്ചറിയുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന അടയാളം നമുക്കറിയാം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് വിവാഹ അടയാളങ്ങളുണ്ട്. അപ്രകാരം മണവാളനായിരിക്കുന്ന ക്രിസ്തു തന്റെ സഭയെ തിരിച്ചറിയുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന വിവാഹ അടയാളം എന്താണ്, അല്ലെങ്കിൽ ദൈവം ദൈവത്തിന്റെ സഭയെ തിരിച്ചറിയുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന അടയാളം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 12-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എസ്കേൽ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 12-20 വാക്യങ്ങൾ. ഞാൻ അവരെ വിശദീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കും ഇടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എന്റെ ശബതുകളെയും ഞാൻ അവർക്ക് കൊടുത്തു. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലുള്ളത്. നമ്മളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാൽവരിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചു. നമുക്ക് വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് വിശുദ്ധി നൽകിയ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ശബത്ത് അടയാളം, എനിക്കും നിങ്ങൾക്കും മധ്യത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അടയാളം ശബത്ത് അടയാളം. എന്റെ ശബത്തുകളെ വിശുദ്ധീകരിപ്പി. അതുകൊണ്ട് ദൈവം പറയുന്നു, ദൈവത്തിന്റെ ശബത്തുകളെ നമ്മൾ വിശുദ്ധീകരിപ്പി. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ഇവിടെ രണ്ടാമതും ദൈവം കൽപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം എടുത്തു പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ സഭ, ദൈവം വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ ജനത്തിനും നമുക്കുമിടയിൽ, അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച ദൈവത്തിന്റെ ജനത്തിനും ദൈവത്തിനുമിടയിൽ ദൈവം അടയാളമായി വച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ശബത്താണ് എന്ന് തിരുവചനം പറയുന്ന. അപ്പോൾ ദൈവം നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദിവസം, ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്ന ദിവസം, ദൈവം നമ്മെ തിരിച്ചറിയുന്നതിന് അടയാളമാക്കി നൽകിയിരിക്കുന്ന ദിവസം, ദൈവം സൃഷ്ടിപ്പിന്റെ സ്മാരകമായി സൃഷ്ടിച്ച ദിവസം, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന, പതിവായി പള്ളിയിൽ പോയിരുന്ന ദിവസം, അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി കൂടി വന്നിരുന്നതായിട്ടുള്ള ദിവസം, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും
ആരാധനയ്ക്ക് വേർതിരിച്ചു വച്ചിരിക്കുന്ന ദിവസം വിശുദ്ധ ശബതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഒരു ശബത്തിന്റെ അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന്. ആ ശബത്തിന്റെ അനുഭവത്തിൽ ഇന്ന് നമ്മൾ ദൈവാലയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തെ മുഖാമുഖം കാണുന്നില്ല. നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ദൈവം സകലതും കാണുന്നു എന്ന്, ദൈവം സകലതും അറിയുന്നു എന്ന്. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന്. അത് നമ്മൾ രുചിച്ചു മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന, എന്നാൽ നമ്മൾ ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കുന്നതായിട്ടുള്ള ഒരു സുദിനം ആഗതമാകുവാൻ പോകുന്ന കർത്താവ് യേശുക്രിസ്തു രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഭൂമിയിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ആ ക്രിസ്തുവിനെ നമ്മൾ മുഖാമുഖം കണ്ട് ആരാധിക്കുമെന്ന് തിരുവചനം പറയുന്ന, അങ്ങനെ ഇന്ന് നമ്മൾ ദേവാലയങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാതൃക പ്രകാരം നമ്മൾ ക്രിസ്തുവിന്റെ വീണ്ടുവരവിന് ശേഷം ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ ക്രിസ്തുവിനോട് കൂടെ വസിക്കുമെന്ന് തിരുവചനം പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നമ്മൾ പൂർണ്ണമായും വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കാം. നമ്മൾ ദൈവത്തെ, കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തു നമ്മളെ മേയ്ക്കാം. ആ ക്രിസ്തുവിനെ നമ്മൾ അമാവാസി തോറും ശബദ് തോറും ക്രിസ്തുവിന്റെ മുന്നിൽ കടന്നു ചെന്ന് നമ്മൾ ആരാധിക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഒരു ശബദിന്റെ അനുഭവം മാറ്റിവെച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വസിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുവിനോടൊപ്പം ആരാധിക്കുന്നതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബദിന്റെ അനുഭവം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കുന്നതാ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും രക്ഷയുണ്ട്. ആ ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രവൃത്തിയുള്ള വിശ്വാസമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രവൃത്തിയിലൂടെ നമ്മൾ തിരികെ കാണിക്കേണ്ടത്. കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന്. ആ കൽപ്പനകൾ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആരെ, എങ്ങനെ, എപ്രകാരം, ഏത് ദിവസത്തിൽ ആരാധിക്കണമെന്ന കൽപ്പനകൾ നമുക്ക് കാണിച്ചു തരുന്ന, ഈ ലോകം പഠിപ്പിക്കുന്നത് പോലെയല്ല. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ദിവസമുണ്ട് എന്ന്. ആ ദിവസത്തിലായിരിക്കണം നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന്. AD 320 കാലഘട്ടത്തില് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി പാപ്പത്വ ശക്തിയോടുകൂടെ ഏകീഭവിച്ചതിന്റെ ഫലമായിട്ടാണ് ശബദിന്റെ പരിശുദ്ധി ഞായറാഴ്ചയിലേക്ക് മാറിയത് എന്ന് കാണുവാൻ സാധിക്കാം. അത് കത്തോലിക്ക സഭ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അവരുടെ കാറ്റക്കിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ അധികാരത്തിന്റെ മുദ്രയായിട്ട് അല്ലെങ്കിൽ അടയാളമായിട്ടാണ് അവർ ഞായറാഴ്ചയെ, ശബദിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് എന്ന് അവർ വളരെ സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വായിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ടും അവർ പറഞ്ഞു തരാം. അപ്പോൾ പാരമ്പര്യത്തിന് അധിഷ്ഠിതമായിട്ട് മനുഷ്യൻ മാറ്റിയതാണ് ഞായറാഴ്ച ആരാധന. എന്നാൽ ശബദ നിത്യത മുതൽ നിത്യതയോളം നിലനിൽക്കുന്ന ഒന്നാണ്. സൃഷ്ടിപ്പിന്റെ ആരംഭം മുതൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെയും നിലനിൽക്കുന്ന ഒന്നാണ് ശബദ. കർത്താവ് യേശുക്രിസ്തു മാതൃക കാണിച്ചു തന്നത് ആ ശബദിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ്. ഇനി കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അനേകം പേർക്ക് സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം. എന്നാൽ നാം വിശുദ്ധ വേദപുസ്തകം സസൂക്ഷ്മം പരിശോധിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവിന്റെ ഓരോ ശബദുകളും ഓരോ അനുഭവങ്ങളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കാം. ആ ക്രിസ്തു ശബദിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയത്തിലെ നാനാവിധ രോഗം ബാധിച്ചതായിട്ടുള്ള ആളുകൾക്കൊക്കെയും ക്രിസ്തു സൗഖ്യം നൽകിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് ശബദ് എന്ന് പറയുന്നത് ആരാധനയുടെ ദിവസമാണ്. അതോടൊപ്പം തന്നെ അത് വിടുതലിന്റെ ദിവസവും കൂടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ, നന്മ പ്രാപിക്കണമെങ്കിൽ, സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം ചേർന്ന് വസിക്കണമെങ്കിൽ, ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ ജനത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന അടയാളമാണ് ശബദ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു,
ദൈവകൽപ്പനയും യേശുക്കളുടെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ടിവിടെ ആവശ്യം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ദൈവകൽപ്പനകൾ പ്രമാണിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ ക്രിസ്തു തുറന്ന ഈ ലോകത്തോട് വളരെ ശക്തമായി വിളിച്ചു പറയുന്ന, നിങ്ങൾക്ക് പ്രവൃത്തിയുള്ള വിശ്വാസമുണ്ട് എങ്കിൽ, നിങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള പ്രവൃത്തി നിങ്ങളുണ്ട് എങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു സ്വന്തം ജീവനെ നൽകി നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ സ്നേഹം തിരികെ കർത്താവ് യേശു ക്രിസ്തുവിനോട് പ്രകടിപ്പിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ കേട്ടില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളാൻ. ആരാധനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ സ്നേഹം തിരികെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സായന്തനത്തില് അനുഗ്രഹപൂർണമായ ഒരു ദൂത് നൽകിയതായ ഡോക്ടർ മകേഷ് മണിയൻ അവർകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനത്തില് സത്യം എന്താണെന്ന് ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മൾ സത്യത്തിൽ നിലനിൽക്കാതെ അസത്യത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഈ സായന്തനത്തില് പ്രിയ പാസ്റ്ററിലൂടെ നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം എത്ര വ്യക്തമാണെന്ന് നോക്കിക്കോണം. യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം പറയുന്നത്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്നാണ്. അപ്പൊ നമ്മൾ സത്യത്തിലാണോ നടക്കുന്നത്? ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ആരാധനാ ദിവസങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇവിടെ വേറൊരു വാക്കും കൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം പറയുന്നത് 9-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. ആരില്ല? ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ട് എന്നാണ്. ഈ സായന്തനത്തില് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതായ ഈ സായന്തനത്തില് ഈ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവെങ്കില് പേര് വിളിക്കുന്നവരുടെ കൂട്ടത്തില് ഈ ദേശത്തിൽ നിന്ന് എടുക്കപ്പെടേണ്ട കൂട്ടത്തിൽ നിങ്ങളും കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അത് വിശ്വസിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആയതിനാൽ സത്യത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഈ യോഗത്തിന്റെ അവസാനമായി നമ്മുടെ പാട്ടുത്സവത്തിലെ 885-ാമത്തെ പാട്ട് കരുണയിൻ കാലം മാറിയിടുമേ. പാട്ടെല്ലാവർക്കും പാടാം. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അപ്പത്തിൻ വിശപ്പല്ല, വെള്ളത്തിൻ ദാഹമല്ല, ദൈവവചനത്തിന്റെ വിശപ്പു തന്നെ. അന്ന് ദേശത്തേക്ക് അയക്കുന്ന നാളുകളടുത്തുപോയി രക്ഷ നീ നേടിക്കൊള്ളുക. അന്ന് ദേശത്തേക്ക് അയക്കുന്ന നാളുകളടുത്തുപോയി രക്ഷ നീ നേടിക്കൊള്ളുക. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കിഴക്കു
പടിഞ്ഞാറ് തെക്കു വടക്കുമായി വചനമന്വേഷിച്ചങ്ങലഞ്ഞു നടക്കും. കിഴക്കു പടിഞ്ഞാറ് തെക്കു വടക്കുമായി വചനമന്വേഷിച്ചങ്ങലഞ്ഞു നടക്കും. അന്നു യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. അന്നു യൗവനക്കാരെല്ലാം അവിടെയായി ബോധം കെട്ടങ്ങു വീഴും. കരുണയിൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ ഭയങ്കര ദിവസങ്ങൾ തെറ്റിയൊഴിഞ്ഞു പോകാൻ സാധ്യമല്ല. കർത്താവിൻ ഭയങ്കര ദിവസങ്ങൾ തെറ്റിയൊഴിഞ്ഞു പോകാൻ സാധ്യമല്ല. അന്ന് നിത്യാഗ്നിക്കിരയായി വെന്തേരിയുന്നൊരു ക്രോധദിവസമാണ്. അന്ന് നിത്യാഗ്നിക്കിരയായി വെന്തേരിയുന്നൊരു ക്രോധദിവസമാണ്. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കർത്താവിൻ പൈതലെന്ന് സ്വർഗ്ഗമണിയറയിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യും. കർത്താവിൻ പൈതലെന്ന് സ്വർഗ്ഗമണിയറയിൽ കർത്താവിനോട് കൂടെ വാസം ചെയ്യും. എന്റെ കഷ്ടതയെല്ലാം തീർന്നു കണ്ണീർ തുടച്ചിടുന്ന ഭാഗ്യദിവസമാണ്. എന്റെ കഷ്ടതയെല്ലാം തീർന്നു കണ്ണീർ തുടച്ചിടുന്ന ഭാഗ്യദിവസമാണ്. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. കരുണയൻ കാലങ്ങൾ മാറിടുമേ, ഭയങ്കര ന്യായവിധി വന്നിടുമേ. ഈ സമയം നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ഭവനത്തിലെ കുടുംബനാഥനെയും കുടുംബനാഥയെയും അവർക്ക് നൽകിയിരിക്കുന്ന മക്കളെയും എല്ലാവരെയും ഓർത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തും ഈ ദേശത്തിന് വേണ്ടി ഒക്കെയും ഈ സമയം നമുക്ക് പാസ്റ്റർ ധർമ്മദാസ് അവരോട് ചേർന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അടികളവനെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസമായ ഈ ഞായറാഴ്ചയുടെ വൈകിയ വേളയിൽ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷാജി ഷൈനി അവർ പാർക്കുന്നതായ ഈ ഭവനാങ്കണത്തിൽ കഥാവെ കാരക്കുളം സർക്കിളിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു മുറ്റത്തെ മീറ്റിംഗ് നടത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഥാവെ ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ ദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇന്നിവിടെ കടന്നു വന്നവരോടും അവിടുത്തെ ദാസൻ കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത ദൂത് ഘോഷിപ്പാനിടയായി. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി കർത്താവെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അതിനുപരിയായി 2 പ്രവചന ഭാഗങ്ങളിൽ നിന്നും വിശുദ്ധ ദിവസത്തെയും ആരാധനയെയും സത്യ ആരാധനയും ആരെ ആരാധിക്കണമെന്നും എന്ന് ആരാധിക്കണമെന്നും എങ്ങനെ ആരാധിക്കണമെന്നുള്ളതായ വിലയേറിയ സത്യത്തെ ഞങ്ങൾക്ക് ഇന്ന് ഈ സന്ധ്യയിൽ അവിടുത്തെ മകനിലൂടെ വെളിപ്പെടുത്തി ലഭിക്കുവാനായിട്ട് ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് പലരും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിലും പാടുന്നുവെങ്കിലും വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നുവെങ്കിലും അവർ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ ഈ വചനം ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ ഈ പ്രദേശങ്ങളിലും എവിടെയിരുന്നും ഇതറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിപ്പാൻ കർത്താവ് അവർക്ക് വേണ്ടുന്ന പരിജ്ഞാനം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരുമനാഥനായ കർത്താവ് ചരിത്രത്തെ AD എന്നും BC എന്നും അത് കീഴ്മുറിച്ചതായ ഈ 66 പുസ്തകങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്ന ലോകരക്ഷിതാവായ
യേശുക്രിസ്തുവിനെ, ആ മാതൃക യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ് എന്ന് ഞങ്ങൾ ഈ സന്ധ്യയിൽ അവിടുന്ന് പഠിപ്പാനിടയായി. കർത്താവെ, എന്റെ അരുമനാഥനായ കർത്താവ് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച കർത്താവെ, അങ്ങ് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പിതാവ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ആ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയെന്നും അപ്പോസ്തലന്മാരിലൂടെ ഞങ്ങൾ പഠിച്ചു. മറ്റൊരുത്തരിൽ രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ഫിലിപ്പിയിലെ ആ ജയിലധികാരി അതേ പൗലോസിന്റെയും ശീലാസിന്റെയും മുൻപിൽ ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ ആ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കേൾക്കാനിടയായി. കർത്താവെ, അതുപോലെ തന്നെ യേശുക്രിസ്തുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ആ അവസാനം 14-ാമത്തെ വാക്യത്തിൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇന്ന് സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലേക്കും പ്രസംഗിക്കപ്പെടുന്നത് അപ്പോൾ അവസാനം വരുമെന്നും ആ നിത്യ സുവിശേഷം വെളിപ്പാട് പ്രവചനത്തിൽ പത്മോസിലായിരുന്നതായ യോഹന്നാന് ആ കർത്താവെ അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുത്തത്. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം 6 മുതൽ 12 വാക്യങ്ങളിലൂടെ ഞങ്ങൾ ഇത് കേൾക്കാനിടയായി. ഒറ്റ ആരാധന മാത്രമേ ഇന്ന് ലോകത്തിന് 50,000-ൽ പരം ആരാധനാലയങ്ങൾ, ആരാധനക്കാരിൽ നിന്ന് ലക്ഷോപലക്ഷം ആരാധനക്കാരുണ്ട്. എന്നാൽ ഏത് ദിവസം എങ്ങനെ എന്ന് ആരാധിക്കണം, ഏത് നിയമം ആരാധിക്കണം, ഏത് നിയമം അനുസരിച്ച് ആരാധിക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്റെ 10 കൽപ്പനകളിൽ ആ 4-ാമത്തെ വിശുദ്ധ കൽപ്പനയാകുന്ന സ്വർണ്ണ നിയമം ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊണ്ടല്ലാതെ അവിടെയും ഇവിടെയും സ്ഥാനമില്ലെന്ന് ഞങ്ങൾക്കൊന്ന് വചനത്തിലൂടെ കേൾക്കാനിടയായി. ഈ അനുഗ്രഹീതമായ ദൂത് ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ അവിടുത്തെ ദാസനെ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ എടുത്തുപയോഗിച്ചല്ലോ. കർത്താവേ, ഇതൊന്ന് കേൾക്കാതെ ഇത് മറഞ്ഞിരുന്നവർ അല്ലെങ്കിൽ ഇത് അറിയാതിരുന്നവർ ഇന്നത് കേട്ടത് മുഖാന്തരം അവരുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളുവാൻ, അത് വിശ്വസിക്കുവാൻ, ആ ദിവസത്തിനും ആ ആരാധനയ്ക്കും ആ ക്രിസ്തുവിനും ആ പ്രമാണത്തിനും സ്ഥാനം കൊടുക്കുവാൻ ഇന്നത്തെ ഈ ദൂതിലൂടെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ശാന്തമായി ഈ സന്ധ്യയുടെ യാമത്തിൽ ഇവിടെ കൂടുവാൻ ഈ പ്രിയ ഭവനം, ഞങ്ങളുടെ പ്രിയ സഹോദരൻ ഷൈനി അവർ പാർക്കുന്ന അവിടെ കുഞ്ഞ് പാർക്കുന്ന ഈ ഭവനാംഗണം ഞങ്ങൾക്ക് ഒരുക്കപ്പെട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ പ്രദേശത്തുള്ളതായ വിവിധ സഭകളെ പ്രതികരിച്ചുകൊണ്ട് അനേക ദൈവമക്കൾ, അനേക കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ ഇന്നിവിടെ കൂടുവാനിടയായി. ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ ഒരു നിമിഷമാണ്. കർത്താവേ, ഞങ്ങൾ അവസാനം അന്ത്യനാളുകളിൽ ഇത് കേട്ടില്ല, അറിഞ്ഞില്ല, ഇത് മനസ്സിലാക്കിയില്ല, ഞങ്ങൾക്ക് ഇതാരും പറഞ്ഞു തന്നില്ല എന്ന് വരുവാനിടയാകാതെ ഈ കേട്ടത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും 1-ാമത്തെ ദൂതൻ പറഞ്ഞതുപോലെ അതേ സകല ജാതിയും ഭാഷയും ഗോത്രവും ആയവരെ അറിയിപ്പാനുള്ളതായ നിത്യ സുവിശേഷം, ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുക്കുക, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീർവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് ദൂതൻ വിളിച്ചു പറയുമ്പോൾ ആരും ഇന്ന് കേട്ടതായ ആരും ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ, ആ ന്യായവിധിക്ക് മുമ്പിൽ നിൽക്കുവാൻ, ആ ഭയങ്കര വിധി നാളിൽ എന്റെ കർത്താവ് രാജാതി രാജാവുമായി വരുന്നതായ വിധി നാളിൽ എല്ലാവരും അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങൾക്ക് ഒരുക്കുന്ന നിത്യതയിൽ ഞങ്ങൾ എല്ലാവരും കാണുവാൻ അങ്ങ് സഹായിക്കണമേ. ഇന്ന് ഇവിടെ ശാന്തമായിരുന്നു ഈ ദൂത് കേട്ട ഓരോന്നിന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്തു. കർത്താവെ, ഇനി ഞങ്ങൾക്ക് ഇതുപോലെ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഞങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഒരിക്കൽ കൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, ഈ ശബ്ദപരിധിക്കുള്ളിലായിരുന്നു കൊണ്ട് ഈ ദൂത് കേട്ടതായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് സ്തോത്രം. ശബ്ദവും വെളിച്ചമൊക്കെ ഞങ്ങൾക്ക് നിയന്ത്രണ വിധേയമാക്കി തന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവിടെ ദാസൻ ക്രൂശിന്റെ മറവിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ദൂത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹ ഭാഗമായി തീർത്തുകൊണ്ട് യേശുക്രിസ്തുവിനുള്ളതായ ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾ ആദ്യം വരെ മുറുകെ പിടിക്കുവാൻ സഹായിക്കണം. പ്രിയപ്പെട്ട ദാസന്റെ മടക്കയാത്രയോടെ അങ്ങ് കൂടെ ഇരിക്കണമേ. എന്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെ ദൈവം അനുഗ്രഹിക്കണമേ. ഏറ്റെടുത്ത ഉത്തരവാദിത്വം ശരിയായി പൂർത്തീകരിക്കുവാൻ അങ്ങ് സഹായിക്കും. ഇവിടെ ആയിരിക്കുന്നതായ എല്ലാ സുവിശേഷകന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നമ്മുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും താഴ്ത്തി ഏൽപ്പിക്കട്ടെ. ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടുകൂടി ഈ ഭവനം വിട്ട്, ഈ ദേശം വിട്ട്, ഈ ഇവിടെ വിട്ട് കടന്നു പോകട്ടെ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയതായ ആ വലിയ സന്തോഷത്തെ കുറിച്ച് അങ്ങയോടത് പങ്കുവെക്കുവാൻ
കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് അടികൾക്കായി ജീവൻ തന്ന രക്ഷകന്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും താഴ്മയോടുകൂടി നിങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അങ്ങ് കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ക്ഷമിക്കണമേ. പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും ബോധവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇടപെടലാണ് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേല്, ഈ ഭവനാങ്കണത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേല്, ഈ ദേശത്തിന്മേലും ഈ ദേശത്ത് അവിടെ നാക്കിയിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകന്മാരുടെ മേല്, അവരുടെ കുടുംബങ്ങളുടെ മേല് ഇന്നും എന്നേക്കും അങ്ങയുടെ വരവോളം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ലൊരു